പരിസരത്തൊരു വീടുണ്ട്. സഹാബികൾ ആ വീടിന്റെ മുന്നിൽ ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബികളാ, ഞങ്ങൾക്കൽപ്പം ഭക്ഷണം വെച്ച് തരുമോ, ഞങ്ങൾക്കൽപ്പം ഭക്ഷണം വെച്ച് തരുമോ? ഒരു പ്രായമുള്ള ഉമ്മയോട് പറയുമ്പോ ആ ഉമ്മ റസൂലുള്ളാഹിയുടെ സഹാബത്തെന്ന് കേൾക്കുമ്പോ അവിടെന്ന് പറഞ്ഞു, ഞങ്ങൾ ഭക്ഷണം വെച്ച് തരാ. എല്ലാവരും പോയി കിടന്നു. അവസാനം എഴുന്നേറ്റ് കഴിയുമ്പോ എല്ലാവർക്കും ഭക്ഷണം തയ്യാറാക്കി വെച്ചിരിക്കുകയാ. എല്ലാവരും ഭക്ഷണം കഴിച്ചു. എന്നിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിനോട് സ്വഹാബികൾ പറഞ്ഞു, തങ്ങള് ആ കാണുന്ന വീട്ടിൽ ഉമ്മയല്ലാതെ വേറെ ആരോ ഉണ്ട്. ആ പ്രായമുള്ള ഉമ്മയ്ക്ക് ഒറ്റയ്ക്ക് ഇത്രയും ഭക്ഷണം വെച്ച് തരാൻ കഴിയില്ല. അവിടെ വേറെ ആരോ ഉണ്ട്. അങ്ങനെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ആ വീടിന്റെ മുന്നിൽ ചെന്നു. എന്നിട്ട് ചോദിക്കുന്നു, ഉമ്മ, നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും ഇവിടെയുണ്ടോ? ആ സമയത്ത് ഉമ്മ പറയുകയാ, യതീമായ 2 പെൺമക്കളുണ്ട്. ഈ വീടിന്റെ അകത്ത് പ്രായം ചെന്ന യതീമായ 2 പെൺമക്കളുണ്ട്. എന്റെ മക്കളെ കെട്ടിച്ചു കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ല. അവർക്ക് ഒരുപാട് വയസ്സായി. കെട്ടിച്ചു കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ല. ഒന്നുമില്ലാത്തത് കാരണം ആരും വരാറുമില്ല. യതീമായ 2 പെൺമക്കള് വീടിന്റെ അകത്തുണ്ടെന്ന് പറയുമ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അവിടത്തെ കണ്ണ് നിറയുകയാണ്. അവിടെന്ന് പറഞ്ഞു, ഉമ്മ, ഞാനുണ്ടുമ്മ, ഈ പെൺമക്കളെ കെട്ടിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാ. സഹാബികളോട് ചോദിച്ചു, ആരാ കെട്ടുന്നത്? ഈ യതീമായ 2 പെൺമക്കൾ ആരാ വിവാഹം കഴിക്കുന്നത്? ഞാൻ തരാം ആവശ്യമുള്ള സമ്പത്ത്, ആർക്ക് വേണമെങ്കിലും കെട്ടാ, ഞാൻ തരാ സമ്പത്തെന്ന് പറഞ്ഞിട്ട് ആ 2 യതീമായ മക്കളെ കെട്ടിച്ചു കൊടുക്കുകയാ. റസൂലുള്ളാഹിയോട് പറയുന്നേ, അസ്റായീൽ റൂഹ് പിടിക്കാൻ ഇറങ്ങി വരികയാണ്. അസ്റായീൽ റൂഹ് പിടിക്കാൻ ഇറങ്ങി വരുന്ന സമയത്താണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ഈ 2 പെൺമക്കളെ കെട്ടിച്ചു കൊടുക്കുന്നത്. അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ ഇറങ്ങി വരുന്ന സമയത്താണ് 2 പാവപ്പെട്ട യതീമായ മക്കൾക്ക് താൻ സമ്പത്ത് കൊടുത്തിട്ട് കെട്ടിച്ചു കൊടുക്കുന്നത്. അല്ലാഹു വിളിക്കുന്നു, അസ്റായീലേ, റൂഹ് പിടിക്കണ്ട, തിരിച്ചു വന്നേക്കാൻ. റസൂലുള്ളാഹിയോട് പറയുന്നു, നബിയേ, ആ 2 പെൺമക്കളെ കെട്ടിച്ചു കൊടുത്തത് കാരണം ആ സ്വഹാബിക്ക് അല്ലാഹു ആയുസ് നീട്ടിക്കൊടുത്തു നബിയേ. ഇത് ചരിത്രവാ സഹോദരാ. അതുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയവരോട് നിങ്ങൾ ഈ പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ആ പൊന്നുമക്കളെ നിങ്ങൾക്കൊന്ന് സ്വന്തം മകളാക്കാൻ പറ്റുമോ? നിങ്ങളുടെ രക്തത്തിൽ പിറന്നില്ലെങ്കിലും, നിങ്ങളുടെ ഉമ്മമാര് പ്രസവിച്ചില്ലെങ്കിലും ഈ യതീമായ മക്കളെ ഉസ്താദേ, അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ കൊടുക്കാം. എത്രയോ വെറുതെ കളയുന്നു, എത്രയോ ലക്ഷങ്ങൾ വെറുതെ കളയുന്നു. അതുകൊണ്ട് യതീംഖാനയിൽ പഠിക്കുന്ന ഓരോ മകളെയും നിങ്ങൾക്ക് ഒരു കൊല്ലത്തിനൊന്ന് ഏറ്റെടുക്കാൻ കഴിയുമോ? അടുത്ത വർഷം ഇതുപോലെ ഒരുമിച്ച് കൂടുന്നത് വരെ ഉസ്താദേ, ഇവിടത്തെ മക്കൾക്ക് ഒരു മകൾക്ക് ഞാൻ ഭക്ഷണം കൊടുക്കാം. ലക്ഷങ്ങളൊന്നും വേണ്ട, 50,000 ഒന്നും വേണ്ട. പടച്ചവരെ, ഒരു മാസം 3000 രൂപയെങ്ങാണ്. ഒരു മാസം 3000-ഓ 3500 രൂപയോ ഉള്ളൂ. ഞാനും നിങ്ങളും എത്ര തിന്നുകളയുന്ന സഹോദരാ. ഞാനും നിങ്ങളും ഒരു നേരം കുടുംബസമേതം ഒരു ദിവസം തിന്നുന്ന ഭക്ഷണത്തിന്റെ പൈസയല്ലേ ഉള്ളൂ. ഏറ്റെടുത്താ അല്ലാഹു നിന്റെ ആയുസ് നീട്ടിത്തരികയാ. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ അസ്റായീലിനെ കാണുന്ന സമയമുണ്ടല്ലോ, ഫകസഫിനാ അൻക ഇതാക ഫബസറുക അൽയൗമ ഹദീദ്.
ശഹീദ്. ഈ കണ്ണുകൊണ്ട് ഞാൻ അള്ളാന്റെ മലക്കുകളെ കാണുന്ന ഒരു രംഗമുണ്ടല്ലോ, അസ്രായിലിനെ കാണുന്ന രംഗമുണ്ടല്ലോ. പല പല സ്ഥലങ്ങളിൽ നിന്ന് ഈ യതീമായ മക്കളുടെ വിഭാഗത്തിന് വേണ്ടി കടന്നു വന്നവര് ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോ ഒരു യതീമിന്റെ വാപ്പയാകാൻ കഴിയുമോ? ഒരു പൊന്നുമോളുടെ ഉമ്മയാകാൻ കഴിയുമോ? അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഫ്ലെക്സ് അടിക്കൂല, നോട്ടീസ് അടിക്കൂല, ഫേസ്ബുക്കിലും വാട്സപ്പിലും പ്രചരിപ്പിക്കില്ല. നിങ്ങളെ സ്റ്റേജിൽ കയറ്റി നിർത്തിക്കട്ടെ, ഇത് ഏറ്റെടുത്തതാണെന്ന് പറഞ്ഞ് പബ്ലിസിറ്റി തരൂല. അല്ലാഹുവും നിങ്ങളും അറിഞ്ഞാ മതി, അല്ലാഹുവും നിങ്ങളും അറിഞ്ഞാ മതി. അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്താ നിങ്ങൾക്കറിയുമോ? ഇവിടെ വന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയുകയാ, നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഈ യതീമായ മക്കളുടെ തലയിലൊന്ന് കൈവച്ചിട്ട് തടകണേ. യതീമായ മക്കളുടെ തലയിൽ കൈവച്ചിട്ട് തടകട്. അങ്ങനെ തടകിയാ യതീമിന്റെ തലയിലെ മുടി നിന്റെ കയ്യിൽ തൊടുന്നുണ്ടോ? എത്ര രോമങ്ങളാണോ തൊടുന്നത് അത്രയും പാപം അല്ലാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഈ കാണുന്ന യതീമായ മക്കള് ഓരോ പൊന്നുമോള്, ഉസ്താദേ ഒരെണ്ണത്തിന് എനിക്കിതാ ഉസ്താദ്, ഞാനൊരു കൊല്ലം ആ പൊന്നുമകൾക്ക് ഭക്ഷണം കൊടുക്കാ ഏറ്റെടുത്തു കഴിഞ്ഞ നിനക്കല്ല തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? കാലിന്റെ തള്ളവിരൽ മുതൽ റൂഹ് പിടിച്ചു നിന്റെ തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് കൊണ്ടുവരുമ്പോ കടന്ന് നിലവിളിക്കുന്ന രംഗമുണ്ടല്ലോ, കടന്ന് പിടയുന്ന സമയമുണ്ടല്ലോ. ചെറുപ്പക്കാരാ, അതാ ലക്ഷങ്ങളും അമ്മാനമാടുന്ന എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ആ മരണവപ്രാളത്തിൽ കിടന്ന് പിടയുന്ന സമയത്ത് വല്ലാത്ത വേദനയാണല്ലോ. അല്ലാഹുവിന്റെ മലക്കുകൾ പറയുമെന്നാട്, കല്ലാ ഇദാ ബലഗതി തറാകിയ വകീല മൻ وظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق. വിളിക്കടാ, രക്ഷപ്പെടുത്താ ആരെ വേണമെങ്കിലും വിളിച്ചോ, നിന്നെ രക്ഷപ്പെടുത്താൻ ആരെ വേണമെങ്കിലും വിളിച്ചോ. ആ വിളിക്കാൻ പറയുന്ന സമയമുണ്ടല്ലോ, മരണവേദന സഹിക്കാൻ കഴിയാതെ കടന്ന് പിടയുന്ന രംഗമുണ്ടല്ലോ, കടന്ന് നിലവിളിക്കുന്ന സമയമുണ്ടല്ലോ. അള്ളാന്റെ മലക്ക് ചോദിക്കുകയാ, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലാഹുവിന്റെ മലക്കുകൾ ചോദിക്കുകയാ, എന്തിനാ കരയുന്നത്, എന്തിനാ വിഷമിക്കുന്നത്, എന്തിനാ പേടിക്കുന്നത്, എന്തിനാ നിലവിളിക്കുന്നത്? നോക്കടാ സിറാജ്, ആകാശത്തിന്റെ കവാടങ്ങളെ തുറന്നിട്ട് കൊണ്ട് പടച്ച റബ്ബിന്റെ മലക്കുകള് സ്വർഗത്തിലെ പട്ടുവസ്ത്രമോ എന്തിനാ കൊണ്ടുപോകാനാ? നിന്നെ സ്വീകരിക്കാനാ, നിന്നെ സ്വീകരിക്കാനാ. ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ. മലക്കുകൾ നിന്നെ സ്വീകരിക്കുകയാ. അതുകൊണ്ട് യതീമായ മക്കള് ഇന്ന് മുതൽ അവരെത്തീമല്ല, ഇന്ന് മുതൽ അവരെത്തീമല്ല. അവൾക്കൊരു ബാപ്പയുണ്ട്, അവൾക്കൊരു കൂടപ്പിറപ്പുണ്ട്, അവൾക്കൊരു ഉമ്മയുണ്ട്. ഇന്ന് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവര് ഒരാളും ഇവിടെ നിന്ന് വെറുതെ പിരിയരുത്, ഒരാളും വെറുതെ പിരിയരുത്. നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതിനനുസരിച്ച്, നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോ ഈ ഒരു വർഷത്തിന്റെ ഇടയിലോ ഈ സ്ഥാപനത്തിൽ വരണം പടച്ചവര്. ഈ പൊന്നുമകൾക്ക് വേണ്ടി നിന്റെ കയ്യിലുള്ളതുപോലെ കൊടുക്ക. അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ആ മരിക്കുന്ന സമയത്ത് കാണാ, ആ മരിക്കുന്ന സമയത്ത് കാണാ. വഅബ്ശിറൂ
ജന്നാ